Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through. Only cause you set up the angle. Web that you weave got us tangled. Caught in what's before our eyes. KineMaster ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ. ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. മീഡിയ ബ്രൗസറിലെ നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിഷൻ എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും വൈപ്പ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സിപ്പർ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. സിപ്പർ സെലക്ട് ചെയ്യുക. ഈ പോയിന്റിലേക്ക് ഏഴാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. സിപ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എട്ടാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് സിപ്പറിൽ നിന്നും 7ഉം 8ഉം എഫക്റ്റുകൾ മാറി മാറി നൽകുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സുകൾക്ക് വേണ്ടി അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 49ഓളം ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 35ാമത്തെ ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. ടൈം ലൈനിൽ നിന്നും രണ്ടാമത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്ലിപ്പ് ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 37ാമത്തെ ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ ബാക്കിയുള്ള ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്ത് 35ഉം 37ഉമായ ഗ്രാഫിക്സുകൾ മാറി മാറി നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബേസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് B2 എന്ന ഈ ഫിൽറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ ബാറിൽ നിന്നും വിനിയേറ്റ് ആക്ടിവേറ്റ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഇമേജുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കേണ്ടതാണ്. ഇവിടെ എല്ലാ ഇമേജുകൾക്കും വേണ്ട എഡിറ്റിംഗും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ വീഡിയോ ലെയർ ഇതുപോലെ ഒരൽപ്പം റെഡ്യൂസ് ചെയ്ത് വെക്കുക.
നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള PNG ഫോർമാറ്റിലുള്ള ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ബോർഡർ ലൈൻ ഇൻസെർട്ട് വീഡിയോയ്ക്ക് ചുറ്റുമായി വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ടെംപ്ലേറ്റ് സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആനിമേഷൻ എഫക്ട് നൽകുന്നതിനായി ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പ് സെലക്ട് ചെയ്ത് നൽകുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. ഓരോ 2 ഇമേജുകളുടെയും മധ്യത്തിലായി കർസർ വെച്ചുകൊണ്ട് ഈ ലെയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലെയറുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസിന്റെ ഇൻട്രോ വീഡിയോ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇൻട്രോ വീഡിയോയുടെ ഡ്യൂറേഷനും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through only cause you set up the angle. Web that you weave got us tangled, caught in what's before our eyes.